നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും ചെർക്കളം വരെ പദയാത്ര ആരംഭിച്ചു. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചു. MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബേത്തൂർപാറയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ 20കാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. തച്ചാർകൊണ്ട് വീട്ടിലെ മഹിമയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പൊതുപ്രവർത്തകൻ നാസർ ചെർക്കളം മഞ്ചേശ്വരത്തു നിന്നും ചെർക്കളം വരെ 2 ദിവസങ്ങളിലായി നടത്തുന്ന 37 കിലോമീറ്റർ പദയാത്ര ആരംഭിച്ചു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് പരിസരത്ത് AKM അഷ്റഫ് MLA ഫ്ലാഗ് ഓഫ് നടത്തി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ കാൽനടയാത്രക്കാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഫുട് ഓവർ ബ്രിഡ്ജ് മുഴുവൻ ബസ് സ്റ്റോപ്പുകളിലും യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പൊതുപ്രവർത്തകൻ നാസർ ചെർക്കളം മഞ്ചേശ്വരത്തു നിന്നും ചെർക്കളം വരെ 2 ദിവസങ്ങളിലായി നടത്തുന്ന 37 കിലോമീറ്റർ പദയാത്ര ആരംഭിച്ചു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് പരിസരത്ത് AKM അഷ്റഫ് MLA ഫ്ലാഗ് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവിനോ മൊന്തേറോ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അബൂബക്കർ സിദ്ദിഖ്, വാർഡ് മെമ്പർമാരായ സമീറ, കോളേജ് പ്രിൻസിപ്പൽ K മുഹമ്മദ് അലി മാസ്റ്റർ, കോളേജ് യൂണിയൻ ചെയർമാൻ അനീഷ് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. വിദ്യാർത്ഥികൾ യാത്രയ്ക്ക് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നു. ആദ്യ സ്വീകരണം ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ക്ലബ് സോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. അബ്ദുൾ നാസർ, ഇസ്മായിൽ, ഹനീഫ് വാമഞ്ചൂർ, മുഹമ്മദ് ഹാജി സംസം, അഷ്റഫ്, ഫൈസൽ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റൻ നാസർ ചെർക്കളത്തിനെയും അംഗങ്ങളായ ഉസ്മാൻ പള്ളിക്കാൽ, അബ്ദുൾ ഖാദർ പാറക്കട്ട എന്നിവരെ സ്വീകരിച്ചു. ഇന്നത്തെ യാത്ര മൊഗ്രാൽ ജംഗ്ഷനിൽ അവസാനിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മൊഗ്രാൽ മുസ്ലിം ലീഗ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരം 8 മണിക്ക് ചെർക്കളയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 9ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളന പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 9ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. കരന്തക്കാട് വെച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചെങ്കള മേഖലാ പ്രസിഡന്റ് ആമോസിറ്റി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് SS അംസ സ്വാഗതവും സുകുമാരൻ കൊപ്പളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചു. MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വികസന സദസ്സ് നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ സ്ക്വയറിലായിരുന്നു വികസന സദസ്സ് സംഘടിപ്പിച്ചത്. വികസന നേട്ടങ്ങളുടെ ഫോട്ടോ പ്രദർശനവും ഒരുക്കി. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാൾ വെച്ചായിരുന്നു വികസന നേട്ടങ്ങളുടെ ഫോട്ടോ പ്രദർശനം നടന്നത്. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അതിലെനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, 90 കോടി രൂപയാണ് ആ പഞ്ചായത്ത് നേരിട്ട് അവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് ചെലവഴിച്ചത്. ആ 90 കോടിക്ക് പുറമെ ഏതാണ്ട് 60 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയും അല്ലാതെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി വരുന്ന ഫണ്ട് MLA വഴി അവിടെ നടപ്പാക്കിയതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണവും അവിടെ നടത്തുകയുണ്ടായി. ഏതാണ്ട് 150 കോടി രൂപ അങ്ങനെ വരും. അതിന് പുറമെ വിവിധങ്ങളായ പദ്ധതികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഈ പറയുന്ന രീതിയിൽ പ്രത്യേകമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കേരഗ്രാമം, അത് ക്ഷീരഗ്രാമം പദ്ധതികൾ,
ഫ്ലഡ് റിലീഫിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധങ്ങളായ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം എന്നാൽ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ 150 കോടിയിൽ പരം വരുന്ന സംഖ്യയാണ് ചെലവഴിച്ചത്. ഞാനത് പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത സ്വാഗതം പറഞ്ഞു. ബിൽടെക് അബ്ദുള്ള, അഹമ്മദ് അലി P, പ്രഭാവതി KV സരസ്വതി, അനീഷൻ K, VV രമേശൻ, KK ബാബു, KK ജാഫർ, M ബൽരാജ്, മായാകുമാരി KV, വന്ദന ബൽരാജ്, ചന്ദ്രൻ KV, ബൈജു P, അമ്പിളി K, രാമചന്ദ്രൻ P എന്നിവർ സംസാരിച്ചു. MK ഷിബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. നീലേശ്വരം നളന്ദ റിസോർട്ട് ഹാളിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു ചെറിയ സംഭവം. അപ്പോൾ അതിന്റെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ഓരോ ജില്ലകളിലെ പരിപാടികൾ കഴിയുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് സർക്കാരിനും അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട്. നമ്മൾ ആരാണ്? റിയൽ എസ്റ്റേറ്റുകാരാണ്. നമ്മൾ ആരാണ്? ഭൂമാഫിയാണ്. അതുപോലെ നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇങ്ങനെയൊക്കെയുള്ള നല്ല വിളിപ്പേരുകൾ നമുക്കുണ്ട്. അപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതി മനസ്സിലാക്കാനും നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും നമ്മളോട് കൂടുതൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടും പല ആൾക്കാരും പല കാര്യങ്ങൾക്കും നമ്മുടെ പല ജില്ലകളിൽ നിന്ന് ക്ഷണിക്കാറുണ്ട്. അത് സ്നേഹം കൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള, ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഈ സംഘടനയെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ 10,000-കണക്കിന് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടും പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ ശരിയാണെങ്കിൽ മാത്രമേ നമുക്കൊരാളെ മുഖത്ത് നോക്കി നമുക്ക് നേരെ സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ശരിയല്ല എങ്കിൽ നമുക്കൊരാളെയും മുഖത്ത് നോക്കി ഒന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളെ തെറ്റാണ്, പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അപ്പോൾ നേതാക്കന്മാരായിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പാലിച്ചേ മതിയാവുള്ളൂ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൺസൾട്ടന്റുമാർ നേരിടുന്ന വെല്ലുവിളികൾ സംഘടനാ തലത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഏകീകമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഭൂമി രജിസ്ട്രേഷൻ രേഖകളിൽ സാക്ഷികളായി ഒപ്പുവയ്ക്കുന്നതിന് ID കാർഡുള്ള രജിസ്ട്രേഡ് കൺസൾട്ടന്റ് അംഗങ്ങളെ ചുമതലപ്പെടുത്താൻ സർക്കാർ ഉത്തരവിറക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മാറ്റപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഖജാൻജി അജി പെരിങ്ങമല നിയമാവലി വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് വിക്ടർ, ജെയിംസ് AJ, മുസ്തഫ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടോമി ജോർജ് കുമ്പാട്ട സ്വാഗതവും ജില്ലാ ട്രഷറർ അബ്ദുൾ ഖാദർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VV ചന്ദ്രനെ പ്രസിഡന്റായും നിസാർ ജനറൽ സെക്രട്ടറിയായും അബ്ദുൾ ഖാദർ ഖജാൻജിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബേത്തൂർ പാറയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ 20-കാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. കുറ്റിക്കോൽ ബേത്തൂർപാറ തച്ചാർകുണ്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ മഹിമയാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ മഹിമയെ വീടിനകത്ത് മുറിയിൽ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ പടിമരുതിൽ അപകടത്തിൽപ്പെട്ട സംഭവമുണ്ടായി. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മരണപ്പെട്ട സംഭവം കുറ്റിക്കോൽ ബേത്തൂർപാറ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി. കുറ്റിക്കോൽ ബേത്തൂർപാറ തച്ചാർകുണ്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ 20-കാരിയായ മഹിമയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ വീടിനകത്ത് മുറിയിൽ തൂങ്ങിയ നിലയിൽ മഹിമയെ കാണുകയായിരുന്നു. ഈ സമയത്ത് മഹിമയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. അമ്മ വനജയും സഹോദരൻ മഹേഷും ഉടൻ തന്നെ മഹിമയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാറ് പടിമരുതിൽ അപകടത്തിൽപ്പെട്ടു. വിവരമറിഞ്ഞ് നാട്ടുകാർ ഇവരെ 3 പേരെയും മറ്റൊരു വാഹനത്തിൽ കാസർഗോഡ് ചെറുക്കള ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അപ്പോഴേക്കും മഹിമ മരണപ്പെട്ടിരുന്നു. രാവിലെ 6 മണിക്ക് ശേഷമാകാം മഹിമ തൂങ്ങിയതെന്നാണ് അനുമാനിക്കുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. അതേസമയം തൂങ്ങിയതാണോ കാർ അപകടത്തിൽപ്പെട്ടാണോ മരണം സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ദയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡയബറ്റിക് ഫുഡ് സർജറി വിജയകരമായി പൂർത്തീകരിച്ചു. ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു രോഗിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് സർജറി നടത്തിയത്. ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, ഡോക്ടർ ഹാത്തിം ഹുസൈൻ എന്നിവർ സർജറിക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡയബറ്റിക് ഫുഡ് സർജറി വിജയകരമായി പൂർത്തീകരിച്ചു. കാസർഗോട്ടെ പ്രമുഖ ഡയബറ്റിക് സെന്റർ കൂടിയായ ഡയാലൈഫ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഫുഡ് സർജറികൾ ചെയ്തു വരുന്നുണ്ട്. പുതുതായി ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു രോഗിക്ക് കൂടി സർജറി നടത്തിയതോടെ ഈ രംഗത്ത് മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് കാസർഗോഡ് ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഗുജറാത്തിൽ നിന്നുമുള്ള ലിയാഖത്ത് അഹമ്മദ് ദാവൂദ് എന്ന ഈ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഡയാലൈഫ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. കാസർഗോട്ടെ പ്രശസ്ത പ്രമേഹരോഗ വിദഗ്ധൻ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞിയുടെ നേതൃത്വത്തിലുള്ള ടീം രോഗിയെ കാണുകയും ഫുഡ് സർജറി നിർദ്ദേശിക്കുകയും ചെയ്തു. ഫുഡ് സർജറിയിലൂടെ കാൽ മുറിക്കാതെ തന്നെ കാലിന്റെ ചികിത്സ നടത്തി. ഇത്തരത്തിൽ കാൽ മുറിക്കാതെ ചികിത്സ നടന്നതിന്റെ സന്തോഷം ലിയാഖത്ത് അഹമ്മദ് ദാവൂദ് പങ്കുവച്ചു. अस्सलामुअलैकुम, मेरा नाम लियाकत अहमद मियाँ दाऊद. हम गुजरात से आए बलसार से यहाँ पे हॉस्पिटल में, और मेरा अच्छा ट्रीटमेंट हो गया है. वहाँ पे मेरे को एकदम प्रॉब्लम था, यहाँ पे मैं 4 दिन में एकदम अच्छा हो गया है. डॉक्टर भी बहुत अच्छा है और ट्रीटमेंट भी बहुत अच्छा करता है. कभी भी कोई भी आने का तो यहाँ पे आ जाने का, एकदम अच्छा ट्रीटमेंट भी है, सब कुछ अच्छा है, स्टाफ भी अच्छा है, एवरीथिंग ओके. ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി, ഡോക്ടർ ഹാത്തിം ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. ഡയബറ്റിക്കും അതേപോലെ ഡയബറ്റിക് ഫുഡായിട്ട് പല രോഗികളും നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് അങ്ങനെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നമുക്ക് ഇവിടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ രോഗി ഇവിടുന്ന് വന്നിട്ടുള്ളത് ലിയാഖർ അലി എന്ന് പറയുന്ന ഈ പേഷ്യൻ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ് നമുക്ക് കോവിഡ് സമയത്ത് 2019 മുതൽ തന്നെ 20 മുതൽ നമുക്ക് പല രോഗികളും നമ്മളിവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായി പോയതാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ ആൾക്കാർ അവർ പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഈ രോഗി ഇവിടെ എത്തിയിട്ടുള്ളത്. വന്നിട്ട് ഇവിടെ ഏകദേശം ഒരാഴ്ചയായി. എല്ലാ വൂണ്ട് ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞിട്ട് ഡീബ്രൈഡ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഡയബറ്റിക് ഫുഡ് സർജൻ ഉണ്ട്. ഫുഡ് സർജന് ഇത് ഇന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നാളത്തേക്ക് ഇപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് കേരളത്തിൽ നിന്നല്ല പുറത്തു നിന്നുള്ള രോഗികൾ വരെ നമ്മുടെ ഡയാലൈഫ് ഹോസ്പിറ്റലിന് ഇവിടത്തേക്ക് വരുന്നുണ്ട്, ചികിത്സക്കായി ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷന് വളരെ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഡയബറ്റിക് ഫുഡാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് ആംപ്യൂട്ടേഷനും അതൊക്കെ വേണ്ടി വരുന്നത്. ഈ പേഷ്യൻ്റ് ആണെങ്കിലും അവിടുന്ന് അവർ മുറിച്ച് മാറ്റണമെന്ന് പറയുമ്പോൾ അവർ ഒന്നും ചിന്തിക്കാതെ നമ്മളെ പഴയ രോഗിയുടെ നമ്പർ വാങ്ങിയിട്ടാണ് നമ്മളെ ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ നിന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലിയാഖത്ത് അഹമ്മദ് ദാവൂദ് 5 ദിവസം കൊണ്ട് സുഖം പ്രാപിച്ച് തിരിച്ചുപോയി. ഇത്തരത്തിൽ നിരവധി രോഗികൾ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും ഡയാലൈഫ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഉത്തര മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് ആൻഡ് കിഡ്നി കെയർ ഹോസ്പിറ്റലാണ് ഡയാലൈഫ് ഹോസ്പിറ്റൽ. ഡയബറ്റിക് ഫുഡ് സർജറി അടക്കമുള്ള ഇത്തരത്തിലുള്ള നിരവധി നൂതന ചികിത്സാ സേവനങ്ങളിലൂടെ കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റമാണ് ഡയാലൈഫ് ഹോസ്പിറ്റൽ നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹെല സോക്കർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഹെല സോക്കർ ഫെസ്റ്റിൽ FC കാസർഗോഡ് ജേതാക്കൾ. 10 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ടും മികച്ച മത്സരങ്ങൾ കൊണ്ടും സമീപകാലത്ത് നടന്ന ഏറ്റവും മികച്ച ടൂർണമെന്റുകളിലൊന്നായി മാറി. ഒക്ടോബർ 26-ന് എത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുന്ന പ്രവാസി മഹോത്സവത്തിന്റെ ഭാഗമായി പ്രവാസ ലോകത്തെ ഉത്തര മലബാറിന്റെ ഏറ്റവും വലിയ മഹോത്സവമായ ഹെല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം അബുഹേൽ അമാന സ്പോർട്സ് ബേയിൽ സംഘടിപ്പിച്ച ഹെല സോക്കർ ഫെസ്റ്റിൽ കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച FC കാസർഗോഡ് ചാമ്പ്യന്മാരായി. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് മഞ്ചേശ്വരം ലണ്ടൻ സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് വിജയം. ഉദുമ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച FC പള്ളിക്കര, FC ഉദുമ എന്നിവർ സെമി ഫൈനലിൽ പുറത്തായി. കാസർഗോഡ് ജില്ലയിലെ മണ്ഡലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ടും മികച്ച പോരാട്ടങ്ങൾ കൊണ്ടും സമീപകാലത്ത് നടന്ന ഏറ്റവും മികച്ച ടൂർണമെന്റുകളിലൊന്നായി മാറി.
ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി FC കാസർഗോഡിന്റെ അച്ചുവിനെയും ഗോൾ കീപ്പറായി FC കാസർഗോഡിന്റെ തന്നെ ഷുക്കൂറിനെയും തെരഞ്ഞെടുത്തു. ഏറ്റവും കൂടുതൽ ഗോൾ നേടി പള്ളിക്കര അഫ്താബ് ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കി. ബെസ്റ്റ് ഡിഫൻഡറായി ലണ്ടൻ സ്ട്രൈക്കേഴ്സിന്റെ ഹിഷാം തെരഞ്ഞെടുക്കപ്പെട്ടു. ചാമ്പ്യന്മാർക്ക് KMCC ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടിയും റണ്ണേഴ്സിന് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് ടിയാറും ട്രോഫികൾ സമ്മാനിച്ചു. സേഫ് ലൈൻ MD ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ എന്നിവരാണ് ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിലെ സാരി പാലസിൽ ബ്രൈഡൽ എക്സ്പോ അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. പുതുമയാർന്നതും വൈവിധ്യമാർന്നതുമായ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളാണ് സാരി പാലസിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വിവാഹ പാർട്ടികൾ ഉൾപ്പെടെ പ്രയോജനകരമാകുന്ന ബ്രൈഡൽ എക്സ്പോയിൽ എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭിക്കും. ഇനിയും സാരി പാലസ് സന്ദർശിച്ചില്ലെങ്കിൽ വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും ഡിസൈനുകളുടെയും മനം നിറയ്ക്കുന്ന മഹാവിസ്മയം അനുഭവിച്ചറിയാനുള്ള സുവർണാവസരമായിരിക്കാം നഷ്ടമാകുക. ഏറ്റവും പുതുമയാർന്നതും വൈവിധ്യമാർന്നതും നൂതന ഡിസൈനുകളോടും കൂടിയ സാരികളുടെയും സൽവാറുകളുടെയും വിസ്മയ ലോകമാണ് മംഗളൂരു KS റാവു റോഡിലെ സാരി പാലസ്. അതിവിശാലമായ സൗകര്യത്തിൽ ഏറ്റവും മികച്ച കളക്ഷനുകൾ ഉള്ളതിനാൽ തന്നെ ഏവരുടെയും ഇഷ്ടപ്പെട്ട ഇടവും മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ അറിഞ്ഞെത്തുന്ന ഇടവും കൂടിയാണ് സാരി പാലസ്. 4-ാം തീയതി മുതൽ ആരംഭിച്ച ബ്രൈഡൽ എക്സ്പോ 2025 സാരി പാലസിന് വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും നൂതന ഡിസൈനുകളുടെയും ഉത്സവ നിറവേകി പുരോഗമിക്കുകയാണ്. 19-ാം തീയതിയാണ് ബ്രൈഡൽ എക്സ്പോ സമാപിക്കുക. കാസർഗോഡ് ജില്ലയിലുള്ള ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടിയ സാരി പാലസിൽ ഏറ്റവും പുതുമയാർന്ന ഡിസൈനുകളോടുകൂടിയതും വൈവിധ്യമാർന്നതുമായ വെഡ്ഡിംഗ് ലെഹങ്കാസ്, ഗൗണുകൾ, വെഡ്ഡിംഗ് ഫാൻസി സാരീസ്, സിൽക്ക് സാരീസ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷനാണ് ബ്രൈഡൽ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകുവാൻ പെണ്ണിൻ മനമറിഞ്ഞുള്ള കളക്ഷനുകളുള്ള സാരി പാലസിലെ ബ്രൈഡൽ എക്സ്പോ ഉപഭോക്താക്കൾക്ക് മറ്റെവിടെയും ലഭിക്കാത്ത ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. വിവാഹ പാർട്ടികൾക്കുൾപ്പെടെ പ്രയോജനകരമാകുന്ന ബ്രൈഡൽ എക്സ്പോയിൽ എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭിക്കും. ബ്രൈഡൽ എക്സ്പോ സമാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയും സാരി പാലസ് സന്ദർശിച്ചില്ലെങ്കിൽ വിലക്കുറവിൻ്റെയും ഗുണമേന്മയുടെയും ഡിസൈനുകളുടെയും മനം നിറയ്ക്കുന്ന മഹാവിസ്മയം തൊട്ടറിയുവാനുള്ള സുവർണാവസരമാണ് നഷ്ടമാകുക. അതിനാൽ തന്നെ ഏവരും ഉടൻ തന്നെ സാരി പാലസ് സന്ദർശിച്ച് ബ്രൈഡൽ എക്സ്പോയുടെ പ്രയോജനം അനുഭവിച്ചറിയുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആൽഫ പാലിയേറ്റീവ് കെയർ വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ലോക പാലിയേറ്റീവ് ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാക്കത്തോൺ വിദ്യാനഗർ ആസാബ് പരിസരത്ത് നിന്നും കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ P, ASP ഡോക്ടർ നന്ദഗോപൻ IPS എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാനഗർ ലയൺസ് ക്ലബിൽ നടന്ന കൺവെൻഷൻ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയർ ലോക പാലിയേറ്റീവ് ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാക്കത്തോൺ വിദ്യാനഗർ ആസാബ് പരിസരത്ത് നിന്നും കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ P, ASP ഡോക്ടർ നന്ദഗോപൻ IPS എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡിനൊരു കൈത്താങ്ങായി ഒരു സാന്ത്വന കേന്ദ്രം ഒരുക്കാൻ തൃശൂർ ഇടമുറ്റം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കേന്ദ്രം തയ്യാറാണെന്ന് ചടങ്ങിൽ സംസാരിക്കവേ ചെയർമാൻ KM നൂറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. 2 ഏക്കർ സ്ഥലം കൈമാറിയാൽ കേന്ദ്രം 1 വർഷത്തിനകം ഒരുക്കാൻ ആൽഫ തയ്യാറാണ്. ഒപ്പം സമീപ പ്രദേശത്ത് 4-5 പാലിയേറ്റീവ് കേന്ദ്രവും തുടങ്ങാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളെ അനുകമ്പയുള്ള ഹൃദയത്തിനുടമകളാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ റാലിയിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, NCC, NSS, നയന്മാർമുല TIH, SSPC, NSS കുട്ടികൾ, സാമൂഹ്യ പ്രവർത്തകർ, നേതാക്കൾ എന്നിവർ അണിനിരന്നു. ആൽഫ ചെയർമാൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാനഗർ ലയൺസ് ക്ലബിൽ നടന്ന കൺവെൻഷൻ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളുള്ള സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇപ്പോൾ മരണപ്പെട്ട ഒരാളുടെ അടുത്ത് പോയി നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു, ഇപ്പോൾ നിൻ്റെ ഈ വിയോഗം വല്ലാത്ത നഷ്ടമാണ്
ഞാൻ കഥനഭാരം കൊണ്ട് വിങ്ങിപ്പൊട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ മയ്യത്തിന് അതൊന്നും കേൾക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ വീട്ടിൽ പോയി, എല്ലാ ദിവസവും തിരക്കിനിടയിൽ നമുക്ക് പോകാൻ സാധിക്കില്ല, പക്ഷേ മാസത്തിലൊരിക്കലെങ്കിലും അങ്ങനെയുള്ള വീട്ടിൽ പോയി നമ്മുടെ സ്വന്തം സഹോദരനെ സമാശ്വസിപ്പിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും വലിയ ഉത്തരവാദിത്തമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് A പ്രഭാകരൻ നായർ, ആൽഫ പാലിയേറ്റീവ് കെയർ സെന്റർ പ്രസിഡന്റ് എഞ്ചിനീയർ PM മുസ്തഫ, സെക്രട്ടറി പ്രൊഫസർ V ഗോപിനാഥൻ, MP ജിൽജിൽ, ഡോക്ടർ മുസ്തഫ, പ്രൊഫസർ ശ്രീമതി ഗോപിനാഥ് K, SPC കോഓർഡിനേറ്റർ ഏലിയാസ്, R അംജിത് കുമാർ, സുലേഖ മാഹിൻ, അലിമ മുളിയാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈറ്റ് KMCC കാസർഗോഡ് മണ്ഡലം ബദർ മെഡിക്കൽ ക്യാമ്പ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അസീസ് തളങ്കരയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലാടം ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ബദർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് 2026 ജനുവരിയിൽ നടക്കാനിരിക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശന ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് അസീസ് തളങ്കരയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലാടം ഉദ്ഘാടനം ചെയ്തു. ബദർ മെഡിക്കൽ സെന്റർ മാനേജർ അബ്ദുൾ റസാഖ്, കൺവീനർ ആഷിഫ് മാമുവിന് പോസ്റ്റർ നൽകി പ്രകാശനം നിർവഹിച്ചു. കുവൈറ്റ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 2026 ജനുവരി 30 നടത്തുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കാസർഗോഡ് മണ്ഡല കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബദർ മെഡിക്കലുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുവൈറ്റ് KMCC കാസർഗോഡ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ബല്ല, ജനറൽ സെക്രട്ടറി മിസ്ഹബ് മാടമ്പില്ലത്ത്, ഭാരവാഹികളായ അബ്ദുള്ള കടവത്ത്, കബീർ തളങ്കര, റഫീഖ് ഒളവറ, മുത്തലീബ് തെക്കേക്കാട്, അൻസാർ നെല്ലിക്കട്ട, ബദർ മെഡിക്കൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അബ്ദുൾ ഖാദർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഒക്ടോബർ 31 വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ഫർവാനിയ ബദർ മെഡിക്കൽ സെന്ററിലാണ് ക്യാമ്പ് നടക്കുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് പള്ളിക്കാൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷുഹൈബ് ഷെയ്ഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന HK ദാമോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു അനുസ്മരണ പരിപാടി നടത്തിയത്. പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യവും ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായിരുന്ന HK ദാമോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കി കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. HK ദാമോദരന്റെ ചികിത്സയ്ക്കായി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച രൂപ ചടങ്ങിൽ വെച്ച കുടുംബാംഗങ്ങൾക്ക് കൈമാറി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരേ സമയം SFIയുടെ അന്നത്തെ താലൂക്ക് സെക്രട്ടറിയും അതോടൊപ്പം അന്നത്തെ ബാലസംഘത്തിന്റെ ദേശാഭിമാനി ബാലസംഘത്തിന്റെ താലൂക്ക് സെക്രട്ടറി, ആ രണ്ട് നിലയിലും HK ദാമോദരൻ അന്ന് ഇന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ഏതാണ്ട് പകുതിയോളം ഭാഗം വരുന്ന മുതുമ മുതൽ ചെറുവത്തൂർ വരെയുള്ള ഹോസ്ദുർഗ് താലൂക്കിലെ സ്കൂളുകളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ പ്രവർത്തിച്ചാണ്. ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു. ആ നിലയിൽ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൊതുപ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു മുഖമായിരുന്നു HK ദാമോദരൻ. അതായത് ജീവിതസാഹചര്യങ്ങൾ ഞാൻ പറയേണ്ടത് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട, ഏറ്റവും അകറ്റി നിർത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അദ്ദേഹം പുറത്തു കൊണ്ടത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരിചയപ്പെട്ട മുഴുവൻ ആളുകളുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വത്തിനോടെയായിരുന്നു. ഞാൻ ഇപ്പോഴും കൃത്യമായി പറയും, ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു ഇത്രയേറെ പ്രഗത്ഭമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ അത്യപൂർവം വിദ്യാർത്ഥി നേതാക്കന്മാർ മാത്രമേ ഞങ്ങളുടെ സ്മരണയിലുള്ളൂ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ്
സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ PVK പനയാൽ സഹായ ഫണ്ട് കൈമാറി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, KV കൃഷ്ണൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, M രാഘവൻ, K അമ്പാടി, C അംബുരാജ്, അരവിന്ദൻ മാണിക്കോത്ത്, സീതാദേവി കാര്യാട്ട, UV ശശി, MV ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സി സൗഹൃദവേദി പൊതുപ്രവർത്തകനായ C മുഹമ്മദ് കുഞ്ഞിക്ക് ആദരം നൽകി. അദ്ദേഹം രചിച്ച ചരിത്രം തേടി ഒരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പ്രതിപക്ഷ ഉപനേതാവ് P കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സി സൗഹൃദവേദി പൊതുപ്രവർത്തകനായ C മുഹമ്മദ് കുഞ്ഞിക്ക് ആദരം നൽകി. ചടങ്ങിൽ അദ്ദേഹം രചിച്ച ചരിത്രം തേടിയ ഒരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പ്രതിപക്ഷ ഉപനേതാവ് P കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങ് വളരെ ഗംഭീരമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ C മുഹമ്മദ് കുഞ്ഞിയെ അതിൽ അഭിനന്ദിക്കുകയാണ്. പുസ്തകം എഴുതാൻ കഴിഞ്ഞു, മാത്രമല്ല എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരെയും അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ ഒരു നേട്ടമാണ്. യാതൊരു തരത്തിലും എല്ലാവരും കുർക്കോയൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കാസർഗോഡ് പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. രണ്ട് കാരണങ്ങളല്ല. ഒന്ന്, C മുഹമ്മദിയായിട്ടുള്ള വലിയ സൗഹൃദം, കുറേ കാലമായിട്ട് ഉള്ള നല്ല സൗഹൃദം. അതിലപ്പുറം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മളൊക്കെ പോകാറുണ്ട്. പോയിക്കൊണ്ട് പോരും. നമ്മുടെ നാട്ടിൽ പറയുന്നത് ഈ പാറ്റ കപ്പലിൽ സഞ്ചരിക്കുന്ന പോലെ പോയി പോരാന്നല്ലാതെ നമ്മളാരും ആ രാജ്യത്തിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അന്വേഷിക്കാറില്ല. നമ്മൾക്ക് പോയ നാട് തന്നെയാണ് ഈ ചരിത്രം തേടി ലോകസഞ്ചാരം എന്ന ഈ പുസ്തകത്തിൽ C മുഹമ്മദ് പറഞ്ഞിരിക്കും. ഞാനൊന്ന് ഓടിച്ചു നോക്കി. ദുബായും മസ്കറ്റും അതുപോലെ തന്നെ ബാക്കി പല രാജ്യങ്ങളും ഈജിപ്തും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ രാജ്യത്തിനും ഓരോ ചരിത്രവും. അത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ആഴത്തിൽ അദ്ദേഹം പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള രചനയാണ് C മുഹമ്മദ് കുഞ്ഞി തന്റെ പുസ്തകത്തിൽ നിർവഹിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകാലത്തെ ബന്ധം അദ്ദേഹവുമായി തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഖാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിശിഷ്ട വ്യക്തിത്വങ്ങളും മഹത് വ്യക്തിത്വങ്ങളുമാണ്. ഞാൻ ഖാദർ മാങ്ങാടിനോട് ഒരു അധ്യാപകനാണെങ്കിലും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാണ് ആരെങ്കിലുമൊക്കെ രണ്ടോ മൂന്ന് പേര് സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കാനായിട്ടാണ് ഞാൻ വന്നത്, അല്ല പ്രസംഗിക്കാനല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന അദ്ദേഹമാണ് ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ. അദ്ദേഹത്തിന് പറയാനുള്ളതും അതെല്ലാം കേട്ടതിന് ശേഷം യോഗം പിരിഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മുൻ PhD അംഗം ഡോക്ടർ അജയ്കുമാർ കോടോത്ത് പുസ്തക പരിചയം നടത്തി. സിയുടെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി കുറുക്കോളി മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, മുൻ MLA പാറക്കൽ അബ്ദുള്ള, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, നഗരസഭാ ഉപാധ്യക്ഷൻ ബിൽടെക് അബ്ദുള്ള, ബഷീർ ആറങ്ങാടി, ഹോസ്തൃക ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P നാരായണൻ, കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, PA റഷീദ്, ചരിത്രകാരൻ ഡോക്ടർ C ബാലൻ, NA ഖാലിദ്, V ഗോപി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബക്കർ, കൂക്കൾ ബാലകൃഷ്ണൻ, മുഹമ്മദ് ഇബ്രാഹിം, സുറൂർ മൊയ്തു ഹാജി, A ഹമീദ് ഹാജി, AM ഫസ്ലു റഹ്മാൻ, ഇബ്രാഹിം പാലാട്ട്, CK ആസിഫ്, MBM അഷ്റഫ്, CK മാണിയൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് ഹോട്ടൽ ഉടമകൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. ആദ്യഘട്ടമായി ഒക്ടോബർ 17 രാവിലെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസോ ഭക്ഷ്യവകുപ്പിന്റെ രജിസ്ട്രേഷനോ പോലുമില്ലാതെ തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന തട്ടുകടകൾ ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടം മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ്
ഒക്ടോബർ 17 രാവിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെരുവോരത്ത് വർദ്ധിച്ചു വരുന്ന സമാന്തര തട്ടുകട ഹോട്ടലുകൾ ഒഴിവാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2-3 പരാതികൾ കൊടുത്തിരുന്നു പഞ്ചായത്തിൽ. അതിന് യാതൊരു മറുപടിയും പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വരുന്ന 17/10/2025 വെള്ളിയാഴ്ച നമ്മൾ പ്രത്യക്ഷ സമര പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. രാവിലെ 10 നടക്കുന്ന മാർച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ റഫീഖ് ബൈത്താൻ, മനോജ് നീരിടിൽ, സി വിജയൻ, പി വിജയൻ എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും ചെർക്കളം വരെ പദയാത്ര ആരംഭിച്ചു. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് MLA യാത്ര ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചു. MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബേത്തൂർപ്പാറയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ 20-കാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. തച്ചാർകൊണ്ട് വീട്ടിലെ മഹിമയാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.